എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗങ്ങൾ, അതില് 14ാമത്തെ പേജിൽ ദശാംശ വർഗങ്ങൾ, അതാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കറിയാം, എല്ലാ ദശാംശ സംഖ്യകൾക്കും രണ്ട് ഭാഗങ്ങൾ ഉണ്ട് അല്ലെ. ഒരു പൂർണ്ണസംഖ്യാ ഭാഗവും ഒരു ദശാംശ സംഖ്യാ ഭാഗവും ഉണ്ടാവും. അപ്പൊ ഒരു ദശാംശ സംഖ്യയുടെ വർഗം കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം 2.3 സ്ക്വയർ ആണ്. 2.3ന്റെ വർഗം നമുക്ക് കാണണം അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഒരു പൂർണ്ണസംഖ്യയുടെ വർഗം കാണുന്നത്, എണ്ണൽ സംഖ്യയുടെ വർഗം കാണുന്നത് നമ്മൾ പഠിച്ചതാണല്ലോ. ആ രീതി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടല്ലോ. അപ്പോ ഇവിടെ നോക്കുക, 2.3നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 2 കൂട്ടണം 0.3 ആണ് അല്ലെ. അപ്പൊ ഇതിനെങ്ങനെ എഴുതുക? ഇതിന്റെ വർഗം ഒന്നാമത്തെ എത്രയാണ്? 2ന്റെ സ്ക്വയർ അല്ലെ. 2 സ്ക്വയർ പ്ലസ് പിന്നെയോ 2 ഗുണിക്കണം 0.3 ഗുണിക്കണം 2 ഗുണിക്കണം 0.3 ഗുണിക്കണം 2 അല്ലെ, കൂട്ടണം 0.3ന്റെ വർഗം. 0.3ന്റെ വർഗം അല്ലെങ്കിൽ 0.3ന്റെ വർഗം. ഇതിന് 2ന്റെ സ്ക്വയർ എത്ര? 4 കൂട്ടണം. ഇവിടെ നോക്ക് നിങ്ങള്, ഇതില് 2 ഗുണിക്കണം 0.3 ഗുണിക്കണം 2 എന്നാണല്ലോ ഉള്ളത്. അപ്പൊ അതിലൊരു ദശാംശ സംഖ്യ ഉണ്ട് അല്ലെ. അപ്പൊ ദശാംശ സംഖ്യയുടെ ഗുണനം എന്നുള്ളതിൽ ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എടുത്തു നോക്കണേ, സംശയം ഉണ്ടെങ്കിൽ. അപ്പൊ ഇതിനെങ്ങനെ ഗുണിക്കുക? 2 ഇവിടുത്തെ സംഖ്യകളൊക്കെ ഗുണിക്കുക. 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 എത്ര? 23 6 6 2 12 അല്ലെ. 12ല് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങൾ വേണം? ഇവിടെ ഒരക്കം മാത്രമേ ഉള്ളൂ. അപ്പൊ ഉത്തരത്തിൽ ഒരക്കം ഉണ്ടാവണം. 12ല് ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം വരുന്ന രീതിയിൽ എങ്ങനെ ഇടുക നമ്മള്? 1.2 അല്ലെ. പ്ലസ് 0.3ന്റെ വർഗം. 0.3ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 0.3 ഗുണിക്കണം 0.3 അല്ലെ. അപ്പൊ 3 3 9. ഉത്തരത്തില് പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കങ്ങൾ വേണ്ടത് കൊണ്ട് എങ്ങനെ എഴുതണം? 0.09 ആണ് അല്ലെ. ഇനി നമുക്ക് ഇതിനെല്ലാം പ്ലസ് ചെയ്യണം. 4 കൂട്ടണം 1.2 കൂട്ടണം 0.09. അതെങ്ങനെ കൂട്ടുക നോക്കിയാൽ നിങ്ങള്? 4 എന്ന് പറഞ്ഞാ 4 എന്ന് പറഞ്ഞാൽ അതിനെ ഡെസിമൽ ആയിട്ട് എങ്ങനെ എഴുതാം? 4.00 എന്ന് എഴുതാം. എത്ര സീറോ വേണമെങ്കിലും ഇടാം അല്ലെ. പ്ലസ് അടുത്തത് 1.2. 1.2 എന്നുള്ളത് സീറോന്റെ താഴെ, അതായത് ആ ഡെസിമൽസ് നേരെ വരുന്ന രീതിയിൽ, ആ പോയിന്റ് നേരെ വരുന്ന രീതിയിലാണ് എഴുതേണ്ടത്. 1.2 0.09 ഇങ്ങനെയാണ് പ്ലസ് ചെയ്യാൻ വേണ്ടി എഴുതേണ്ടത്. ഇനി 0 + 9 9 2 പിന്നെ 4 + 1 5. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 5.29 ആണ് ഇവിടുത്തെ ആൻസർ. 5.29 ആണ് 2.3യുടെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം. അടുത്തത് 8.7 സ്ക്വയർ. 8.7 എങ്ങനെ എഴുതുക നമ്മള്? 8 + 0.7 അല്ലേ. ഇവിടുത്തെ ഹോൾ നമ്പർ പാർട്ട് 8 ആണല്ലോ. അപ്പൊ അതേപോലെ ഡെസിമൽ പാർട്ട് 0.7 ആണ് അല്ലെ. അപ്പൊ 8 സ്ക്വയർ പ്ലസ് 8 × 0.7 × 2. 8 × 0.7 × 2 പ്ലസ് 0.7 സ്ക്വയർ. 0.7 സ്ക്വയർ ഈക്വൽ ടു 8 സ്ക്വയർ എത്ര? 64 അല്ലേ. പ്ലസ് ഇതെങ്ങനെ കാണാം നമ്മള്? 8 × 7 × 2 ചെയ്യണം അല്ലെ. 8 7s are 56. 56 × 2 8 7 56 × 2 ചെയ്യണം അല്ലെ. അപ്പൊ എത്ര കിട്ടും? 56 × 2 എത്രയാ? 112 അല്ലേ. 112 ആണ്. അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ അല്ലേ ഉള്ളത്, ഒരു അക്കല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കം മാത്രമാണ് വരേണ്ടത്, അതായത് 11.2 കഴിഞ്ഞിട്ട് ഒരക്കം. ഓക്കെ. പ്ലസ് 0.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ കാണാം. എത്ര? 49 ആണ്. പിന്നെ പോയിന്റ് ഇടുന്നത് എങ്ങനെയാണ്? 0.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 0.7 × 0.7 അല്ലെ. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ്, 2 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ എത്ര? 0.49 ആണ്. ഇനി അതെല്ലാം പ്ലസ് ചെയ്യുന്നത് നോക്ക് നിങ്ങള്. 64.00 പ്ലസ് 11.2 പ്ലസ്
0.49 അല്ലെ. ഇനി 9, 2 + 4 6, 4 + 1 5, 6 + 1 7 അല്ലെ. 75.69 ആണ് ഇവിടുത്തെ ആൻസർ അല്ലെ. 75.69 ഏതിന്റെയാണ്? 8.7 സ്ക്വയർ ആണ് അല്ലെ. അടുത്തത് 10.1 സ്ക്വയർ അല്ലെ. എങ്ങനെ എഴുതാ? 10 + 0.1 ആണല്ലോ. അപ്പൊ ഹോൾ നമ്പർ പാർട്ടിന്റെ സ്ക്വയർ ആദ്യം എഴുതുക. 10 സ്ക്വയർ പ്ലസ് 2 × 10 × 0.1 അല്ലെ. അല്ലെങ്കിൽ 10 നമ്മൾ എങ്ങനെ എഴുതാ? 10 × 0.1 × 2 പ്ലസ് ലാസ്റ്റ് ഡെസിമൽ പാർട്ട് 0.1 അല്ലേ. അപ്പൊ അതിന്റെ സ്ക്വയർ 0.1ന്റെ സ്ക്വയർ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാ? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 പ്ലസ് പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് വേണ്ടതുകൊണ്ട് 0.01 അല്ലെ. ഇനി ഇതിനെ പ്ലസ് ചെയ്ത് എത്ര കിട്ടുക നോക്കാം നമുക്ക്. എഴുതാം. 100നെ 100.00 എന്ന് എഴുതാം. 2.0 എഴുതാം. 0.01 എന്ന് എഴുതാം. പ്ലസ് ചെയ്യുമ്പോ 1 0 പോയിന്റ് എന്ന് എഴുതാം. 2 0 1 അപ്പൊ എത്ര? 102.01 ആണ് ഏതിന്റെ ആൻസർ? 10.1ന്റെ സ്ക്വയർ അല്ലെ. ഇനി 12.5 സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഹോൾ നമ്പർ പാർട്ട് 12 ആണ്. പൂർണ്ണസംഖ്യ ഭാഗം 12 ആണ് അല്ലെ. അപ്പൊ 12ന്റെ സ്ക്വയർ ആദ്യം എഴുതുക. പിന്നീട് 12 × 0.5 × 2, 12 × 0.5 × 2, 12 × 0.5 × 2 പ്ലസ് 0.5ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ 12ന്റെ സ്ക്വയർ എത്ര? 144. 144 പ്ലസ് ഇതിന്റെ എത്ര കിട്ടുക? 12 × 0.5, 12 × 5 60, 60 × 2 120 ആണ് എഴുതേണ്ടത്. 120 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ആയതുകൊണ്ട് പോയിന്റ് ഇവിടെ ഇടണം പ്ലസ് ദെൻ 0.5ന്റെ സ്ക്വയർ എത്ര? 0.25 ആണ് അല്ലെ. 25 ആണ്. അപ്പൊ 2 പ്ലേസ് വേണ്ടത് കൊണ്ട് ഇങ്ങനെ എഴുതാം. ഇനി അതിനെ പ്ലസ് ചെയ്താലോ? 144 പ്ലസ് 12 ഇതുപോലെ പ്ലസ് ചെയ്ത് അത്ര കിട്ടും നമുക്ക് 156.25 എന്ന് കിട്ടും അല്ലെ. നിങ്ങൾ പ്ലസ് ചെയ്ത് നോക്കണം സൈഡിൽ കേട്ടോ. 156.25 എന്ന് കിട്ടും. ഇനി 15.7 സ്ക്വയർ. ഇവിടുത്തെ ഹോൾ നമ്പർ പാർട്ട് 15 അല്ലെ. അപ്പൊ 15 സ്ക്വയർ പ്ലസ് 15 × 0.7 × 2 പ്ലസ് 0.7 സ്ക്വയർ അല്ലെ. ഇനി നമുക്ക് അതിന്റെ സ്ക്വയർ 15ന്റെ സ്ക്വയർ 225 അല്ലെ. പ്ലസ് 15 × 0.7 × 2 15 30 210 അല്ലെ കേട്ടോ. 30 ഓക്കെ. ഇനി അവിടെ പോയിന്റ് ഇടുമ്പോഴോ? ഇവിടെ 21.0 0.7 0.49 ഇത് പ്ലസ് ചെയ്ത് എത്ര കിട്ടുക? 225 പ്ലസ് 21 എത്ര കിട്ടും? 246 ആയി. 246.49 കിട്ടും. 246.49 കിട്ടും. 15.7 സ്ക്വയർ അല്ലെ. അപ്പൊ ഇത് പേജ് നമ്പർ 14 എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോ പിന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. പിന്നെ അപ്പൊ ഇതൊക്കെ ചെയ്ത് പഠിക്കണം. നിങ്ങൾ ക്ലാസ് കണ്ട ഉടനെ ഒന്നുകൂടി ചെയ്ത് നോക്കുക. 2-3 പ്രാവശ്യം എഴുതി പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.